സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പോൾ ഇതിന് എൻ്റെ മക്കളെ എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ 3:22 കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം 92:10 കൂട്ടുവാക്കേണ്ടത്. എന്താ കാര്യം? വിലാപം എന്താ പറയുന്നത്? ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു. എങ്ങനെയാണ്? അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി, ഇപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ? എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും. ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യിക്കണത്? കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിക്കണായിട്ടില്ലേ? ടൈയൊക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസൊക്കെ വർദ്ധിച്ചെന്ന് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ല 10-12 രൂപ കൊടുക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് അത്. സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, 11 മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും, ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയല്ല പറയണത്. വെൽ ട്രീറ്റഡ് എന്തിനാ വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത്? എന്തിനാണ്? ഇവൻ ചായ കുടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവൻ ചായ കുടിച്ച് പോയപ്പോൾ 1/2 മണിക്കൂർ പോവുകയെ. ഇവന് കൊണ്ടുവന്ന ഈ സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ലല്ല. 30 മിനിറ്റ്സ് 30 മിനിറ്റിന് പകരം 5 മിനിറ്റ് കൊണ്ട് ആ ചപ്പർ കൊടുത്ത് ബാക്കി 25 മിനിറ്റ് കോർപ്പറേറ്റിന് ലാഭമാണ്. പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവന് ബോറടിക്കും. അവനെന്ത് ചെയ്യും? ടേബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സ്റ്റാർ കൊടുക്കും. ശമ്പളം എല്ലാം 10-50 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും? ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളെ കൊടുക്കും. പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് 7 മാസം കൂടുമ്പോൾ മുറിയല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മുറികൾ 7 മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഒരു ചെറിയൊരു ആൾട്രേഷൻസ് വരുത്തും. കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് അവിടെ നിന്നൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലത് റീഅറേഞ്ച് ചെയ്യും. ബോറിൻ്റെ പ്രശ്നമല്ലത്. പക്ഷേ എന്നാലും ശരി, മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരാളെ കാണുമ്പോൾ ബോറടിക്കുക, സ്നേഹം കൊടുത്ത് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല. കാര്യം ഈ ബോറെന്നുള്ള സംഭവം വർദ്ധിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കൊരു മൊണോട്ടനസ്സൊക്കെ തോന്നുന്നത്. പക്ഷേ ആധ്യാത്മികതയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ, നീ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ, ആ ജോലിയിലൊക്കെ ഓരോരോ പുതിയ ത്രില്ലുകൾ തന്നുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ടുപോകുന്നത്. നമ്മളത് വായിച്ചതാണല്ലേ, അല്ല ഈ ദിവസം കണ്ടതല്ലേ അത്. അതായത് ഇതിനെ ഈശോ ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യണത്. ശാന്തമായിട്ട്. മരുഭൂമിയിലേക്കാണല്ലോ പോണത്. അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുമരണമായിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു, അത് ജോബിൻ്റെ കാറ്റഗറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. നിശബ്ദമായിരുന്ന ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്.
എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണമെങ്കിൽ തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാൽ അവിടെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ച് വരുകയും, അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവളെ പോകത്തില്ല. എന്താ കാര്യം? ഇതിവിടെ താമസിച്ച് അവിടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കോഞ്ഞിട്ടേ അത് പോയി. എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. ഭീരുത്വം അതിൻ്റെ പിന്നിലെല്ലാം വരണത് എല്ലാ വിഷയങ്ങളെല്ലാം. അപ്പം ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസായി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇപ്പം കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ, അത് നെഞ്ചത്തിടിച്ചും തരുന്നത് അയ്യോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് യൂദയ മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ, ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന് ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ കയർക്കും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം, പക്ഷെ വളരത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറയും. കാര്യം ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഉടമസ്ഥാവകാശമൊക്കെ ദൈവം എഴുതിത്തള്ളും. നിസ്സാര കാര്യം അതാണ്. ഉടമസ്ഥനാണെങ്കിൽ ദൈവത്തിന് അഭിമാനം ഉണ്ടാകും. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബെലവഡ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സംഭവിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം, ഈ നക്കാപ്പിച്ച സാധനങ്ങളെല്ലാം കൊടുക്കും. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തിൽ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ,
ഈശോയോട് എന്താ ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ് ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല, ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. ബൈബിളിൽ ഓശാരം ഒരു സൗജന്യം ഇടയ്ക്ക് വിളിച്ച് പറയണമെന്നല്ലാതെ ഒരു സൗജന്യമില്ല. സത്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സൗജന്യം എന്ന് ഇടയ്ക്ക് വിളിച്ച് പറയാം ബൈബിള്, പക്ഷെ ഒരു സാധനം സൗജന്യമില്ല, എല്ലാം പേയ്മെൻറ്റാണ്. എല്ലാം ഇപ്പം തന്നെ നോക്കിയേ, ദിസ് ഇസ് മൈ ബിലവഡ് സൺ സ്റ്റാറ്റസാണ്, പക്ഷെ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറയും. എന്താ കാര്യം? ഈ സ്റ്റാറ്റസ് അവിടെ ചെല്ലുമ്പോൾ പിശാച് വീണ്ടും വരും രംഗത്ത്. ഈശോയുടെ ആന്തരിക സംഘർഷങ്ങൾ തന്നെ ഈ രീതി ഇതിന് സമാന്തരമായി സഞ്ചരിക്കുന്നതാണ്. എന്താ ചോദിക്കണത്? സ്റ്റാറ്റസിനെ ഡാമേജ് ചെയ്യാൻ പോവുകയാണ്. എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ, അപ്പം അതല്ലേ സ്റ്റാറ്റസ്. ജ്ഞാനസ്ഥാനത്തിൽ അപ്പം കൊടുത്ത സ്റ്റാറ്റസ് എന്താണ്? ദിസ് ഈസ് മൈ ബിലോഡ് സൺ. എന്നെ നിന്നെക്കുറിച്ച് അപ്പന് തന്നെ കൊടുക്കണത്. അപ്പോൾ പിന്നെ പക്ഷേ അത് ഇങ്ങനെ ആഡംബരമായിട്ട് സൗജന്യമായി എടുത്ത് അണിയാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പൈസ കൊടുക്കാൻ പറയും. കോട്ടോട്ട് അടക്കണ്ട, ഉടനെ കാശ് തരാൻ പറയും. നീ ദൈവപുത്രനാണെങ്കിൽ എന്താ പറയേണ്ടത്? ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പോൾ അതായത് ഈ സ്റ്റാറ്റസ് ഒന്നെങ്കിൽ ലോ ചെയ്യാൻ പറയും. എന്നിട്ട് മാന്ത്രികൻ്റെയും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ ഈ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ, മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റുന്നതിൻ്റെ ഒരു പ്രലോഭനത്തിലേക്ക് ഈശ്വരനെ കൊണ്ടുപോയി. നീ ദൈവപുത്രനാണെങ്കിൽ, അപ്പോൾ ഈ ദൈവപുത്രനാണെന്നുള്ള സ്റ്റാറ്റസ് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു പ്രലോഭനം അയാൾ തരും. ഒരു പ്രലോഭനം നമുക്ക് തരും. അത് നമ്മുടെ ഭക്തിയാകാം, നമ്മുടെ പ്രാർത്ഥനയാകാം. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ പറയണത്, നിങ്ങൾ ആവശ്യമില്ല അതെ അടയാളങ്ങൾ ചോദിക്കുക എന്ന് പറയും. ആവശ്യമില്ലാതെ അടയാളം ചോദിക്കുക ദൈവത്തിരിക്കുകയാണ്. ഒത്തിരി പേര് ആവശ്യമില്ലാതെ അടയാളം ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ തന്നെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായിരുന്നു. ഒരു മോള് മാതാവിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി, നടക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇതൊക്കെ വരെ നടക്കുക എന്നറിയാൻ വേണ്ടി എനിക്ക് വീടില്ലെന്ന് എഴുതി വെച്ച്, ഉടമ്പടിയിൽ വീടില്ലെന്ന് എഴുതി വെച്ച്, കിട്ടിയില്ലെന്നറിയാം. ഇവിടെ വന്നപ്പോൾ അത് അതായത് നടക്കാത്തൊരു കാര്യമാണെന്ന് അവളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത് നടക്കാത്തതിലൂടെ ഉടമ്പടി തെറ്റാണെന്ന് ധരിക്കാനുള്ള ഒരു ലോകാരൂപ്യം കൂടി അവളുടെ മനസ്സിലുണ്ട്. അവളങ്ങനെ ചിന്തിക്കാൻ കാര്യം ദുഷ്ടബുദ്ധി ആയതുകൊണ്ട് ചിന്തിക്കുകയല്ല, അവർക്ക് ഈ ജന്മത്തിൽ ഒരു വീട് കിട്ടാനുള്ള സാധ്യതയില്ല, അതുകൊണ്ടാണ്. പിന്നെ മുട്ടക്കണ്ണൻ്റെ മാവട്ടെറിയ പോലെ ഒരു എറിഞ്ഞ് നോക്കിയതാണ്. പക്ഷേ എറികൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് വീട് സെറ്റാകാനുള്ള തീരുമാനമായി. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. അമ്മയടുത്ത് വെറുതെ കാഷ്വലായിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും എനിക്ക് മനസ്സിലാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ദൈവത്തിനെ പരീക്ഷിക്കാൻ മനുഷ്യന്മാർക്ക് പണ്ട് മുതലേ ഉള്ള അതിന് മറുപടി എന്താ ഈശോ പറയണത്? 4:12 യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ വൈഫ് ഗോപിക. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ജനുവരി 3-നാണ് ഉടമ്പടി എടുത്തത്. ജനുവരി 3-ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈശോയോട് എത്രയും അടുക്കാൻ പറ്റുമോ
അത്രയും എടുക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലേക്ക് വരിക, അതോടുകൂടി അതിനോട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതെനിക്ക് ദൈവം സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത്, ഞാൻ ഈ ദൈവത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ അസുഖമാണ്. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അസിഡിറ്റി കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടായിരുന്നു. അതും ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ വയറിന് നല്ല പ്രശ്നം കിട്ടി. ആദ്യമായിട്ട് ആഗ്രഹിച്ചിട്ടൊരു ജോലി എനിക്ക് നേടുവാൻ സാധിച്ചെങ്കിലും എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ സാധിച്ചില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഈ അസുഖം ബാധിച്ച് എൻ്റെ വയറിന് നല്ല പ്രശ്നങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു. ഒരു 7 മാസത്തോളം ഫുഡ് പോയ്സൺ എനിക്ക് കിട്ടി. നല്ലപോലെ തന്നെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു നോക്കി. നാട്ടിൽ നിന്നും കുറേ മരുന്നുകൾ അങ്ങോട്ട് അയപ്പിച്ചു. അവിടെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. എന്നിട്ടൊന്നും അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ ഫാമിലിയിലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുമെങ്കിലും ഞാൻ വലിയ കാര്യമാക്കാറില്ല. എങ്കിലും ഞാൻ പറയും, അമ്മയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എങ്കിലും പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ദൈവത്തിനോട് അങ്ങോട്ട് അന്ന് അടുക്കാൻ പറ്റാത്ത കാരണം തന്നെ ഞാൻ വലിയ വിശ്വാസത്തിലല്ലായിരുന്നു. പക്ഷേ എന്നെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവത്തിലേക്ക് എത്തിച്ചത് ആ അസുഖം തന്നെയാണ്. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് മുതിർന്നില്ല. എങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലാവും തോറും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായി. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണൽ നിർത്തി. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന ഒരാളാണ്. മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അച്ഛൻ്റെ വചനം, അത് ഇവിടുത്തെ അല്ല, വേറൊരു അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു വചനം ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് കയറി നോക്കി. അപ്പം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അസുഖം വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന കയറി ഞാൻ കണ്ടു. ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കണ്ടോടുകൂടി എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ ആശ്വാസം കിട്ടുന്നതിൽ മാത്രമല്ല, അപ്പം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം വന്ന പോലെയായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ആരിനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനെ വിളിച്ചിട്ട്, അതായത് വേളാങ്കണ്ണി മാതാവിനെയാണ് ഞാൻ വിളിച്ചത്. വേളാങ്കണ്ണി മാതാവിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവേ, ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നീ എനിക്കിത് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് ഒരു 100 മെഴുകുതിരി കത്തിക്കാമെന്ന് അന്ന് ഞാൻ നേർന്നു. അത് പറഞ്ഞ് ഞാനൊരു 3 ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടറടിച്ച് പോയതാണ്. ശരിക്കും ഞാൻ 3 ദിവസം അത് ഞാൻ ശ്രദ്ധിച്ചില്ല. 3-ാമത്തെ ദിവസം എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണ ഭേദമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടല്ലേ എന്ന്. അങ്ങനെ ഞാൻ അവിടെ തൊട്ടിട്ട് ഞാൻ മ്യൂസിക് കേൾക്കലൊക്കെ നിർത്തി പ്രാർത്ഥനയിലേക്ക് മാത്രം തിരിഞ്ഞു. വെറും പ്രാർത്ഥന മാത്രമായി. 24 മണിക്കൂറും പ്രാർത്ഥന. ഹെഡ്സെറ്റ് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ വരെ പ്രാർത്ഥന കേട്ടിട്ടേ കിടന്നുറങ്ങും. അതായത് മറ്റുള്ളവർ വരെ എന്നെ കളിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ. എൻ്റെ പ്രായത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കണവരൊന്നും ഞാൻ അന്ന് കണ്ടിട്ടില്ലേ. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കുറേ പേരിനൊക്കെ പ്രാർത്ഥിക്കണം ഞാൻ കണ്ടതുള്ളത്. അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് അടുത്തു. അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ പ്രാർത്ഥനകൾ ഞാൻ കണ്ടത് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു, അനുഭവങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണേക്കാൾ മുന്നേ അവിടെ സൗദിയിലുള്ളപ്പോൾ തന്നെ ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് ഒരു പുലർച്ചയ്ക്ക് തന്നെ എണീറ്റ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്നിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു മനസ്സൊക്കെ വന്നു തുടങ്ങി. ദേഷ്യം കാര്യങ്ങളൊക്കെ കുറഞ്ഞു. എനിക്ക് ദേഷ്യത്തിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും മാറി തുടങ്ങി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ പ്രാർത്ഥനകൾ തുടങ്ങിയ കാരണം ഞാൻ ഇതിൻ്റെ ഇപ്പോൾ വൈഫാണ്, ആൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഒരു 10 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സമ്മതം ഇല്ലാത്ത കാരണം തന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വീട്ടുകാർ എന്നാണ് സമ്മതിക്കുന്നത് അന്ന് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇങ്ങനെ സ്വയം നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു.
പ്രാർത്ഥിച്ച് ഈ കാര്യം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇത് നടന്നു കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഞാനും കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥനകൾ തുടങ്ങി. ഞാൻ നീക്കുമ്പോൾ തന്നെ ഞാൻ നീറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ടൈം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളും പുലർച്ചയ്ക്ക് നീറ്റിരുന്ന് പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും. അങ്ങനെ 2 നേരം പ്രാർത്ഥനകളായി. ഞങ്ങൾ 2 പേരും പ്രാർത്ഥനയിലേക്ക് എത്തി. അങ്ങനെ അതൊരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. അതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ മാറി കിട്ടി. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024 തന്നെ ഈ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ മനസ്സിൽ നല്ലപോലെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നാട്ടിലേക്ക് വരാൻ വിസയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒരു വർഷത്തോളമായിട്ട് വിസ അങ്ങോട്ട് വരാൻ പറ്റാണ്ട് വിസ കിട്ടാതെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനും പറ്റിയില്ല. അങ്ങനെ ആൾക്ക് വിസ ശരിയായി കഴിഞ്ഞപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റി. ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കല്യാണത്തിന് വീട്ടുകാർ സമ്മതിക്കും എന്നുള്ളതിനെ ആദ്യം വിചാരിച്ചിട്ടില്ല. അങ്ങനെ വീട്ടുകാർ സമ്മതിക്കലും പെട്ടെന്ന് തന്നെയായി. അതുപോലെ തന്നെ കല്യാണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഈ കഴിഞ്ഞ 10-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ വർഷം തന്നെ കല്യാണം കഴിയുമെന്നുള്ളത്. കാരണം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിക്കാൻ കൽപ്പുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാതാവിൻ്റെ മുന്നിൽ അത് എഴുതി സമർപ്പിച്ചത് ഞാൻ മറന്നാലും മാതാവ് അത് മറന്നിട്ടുണ്ടായിരുന്നില്ല, ഈശോയെ അത് മറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അത് സാധിപ്പിച്ചു തന്നു. അത് നല്ലപോലെ തന്നെ സാധിപ്പിച്ചു തന്നു. അത് ഞങ്ങൾ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ആ കല്യാണം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പൈസയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. ഉള്ളിൽ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് കുറച്ച് പേരിനൊക്കെ വിളിച്ചിട്ട് കല്യാണം നല്ലപോലെ നടത്തണം എന്നൊക്കെ. പക്ഷേ പൈസയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് നടക്കില്ലായിരിക്കും, ഇത്ര വലിയ കാര്യങ്ങളൊന്നായിട്ട് നടക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മാതാവ് അതിനെല്ലാം വഴി തന്നിട്ടുണ്ടായിരുന്നു. പൈസയായാലും എല്ലാ കാര്യങ്ങളായാലും അത് ഗ്രാൻഡായിട്ട് തന്നെ കല്യാണം ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കല്യാണം നടത്തി തന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ധനേഷ് എന്നാണ് പേര്. അപ്പോൾ ആൾക്ക് മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അത് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, അത് മാറാൻ വേണ്ടി ഞാൻ നിയോഗത്തിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗത്തിൽ എഴുതി മാത്രമല്ല അത് മാത്രമല്ല ആൾക്ക് ഒരു ഗൾഫിൽ പോകാനുള്ള ചാൻസും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുകയുണ്ടായി ഇങ്ങനെ ആളുടെ അസുഖം മാറണത്. അതുപോലെ തന്നെ ഇപ്പോൾ ആളുടെ അസുഖം മാറി ആൾക്ക് ഗൾഫിൽ പോകാനുള്ള ചാൻസസ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ആളുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ വൈഫിന് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫിനും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വൈഫ് തന്നെ പറയും. വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഡേറ്റിലേക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ആൾ തന്നെ പറയും. എൻ്റെ ഹസ്ബൻഡ് ത്രൂ ആണ് ഞാൻ കൃപാസനം അറിയാൻ തുടങ്ങിയത്. പിന്നെ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ പലരുടെ അനുഭവങ്ങൾ കേൾക്കാനും നേരം കണ്ടെത്തിയിട്ട് തന്നെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്തിരുന്ന സമയത്ത് ഫുൾ ടൈമിലോട്ട് മാറുന്ന ടൈമിൽ പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണത്, നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ്, അപ്പം നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാം. പ്രാർത്ഥനയുടെ ബലം മൂലം തന്നെ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പം ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതെന്നെ വലിയ സന്തോഷം. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യത്തിനും മാതാവ് കൂടിയുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ മാറ്റി തന്ന് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മ നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി, കോടി പ്രണാമം ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാനങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അതായത് തീരെ വയ്യാത്ത ആൾക്കാരനെ അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരനെ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഞാനങ്ങനെ ചെയ്യുന്നതാണ്. ഇല്ലായ്മയിൽ നിന്നും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിലും ഞാനങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പത്രം ഞാൻ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരാൾ പറയുന്ന ഒരു ഇത് കേട്ടിട്ടല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അതിപ്പോൾ ആരൊക്കെ തന്നെ കളിയാക്കിയാലും അതെനിക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
പത്രം കൊടുക്കുമ്പോൾ പലരും ചിലവരൊക്കെ കളിയാക്കും ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് പറയാറ്. അതായത് പറ്റാവുന്നവരുടെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാനും പറയും, ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാറുമെന്നും പറയും. കാരണം അത്രയും വലിയ അനുഭവങ്ങളാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും കിട്ടുന്നതെന്നുള്ളത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. കാണുക മാത്രമല്ല, ഞാനത് അനുഭവിക്കുകയും കൂടി ചെയ്ത കാരണം എനിക്കത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ പത്രം കൊടുക്കുന്നത് ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉടമ്പടി വസ്തു കൊണ്ട് എൻ്റെ ഉദരത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് എനിക്ക് ഗ്യാസ്ട്രൈറ്റിക്സ് ഉള്ളതുകൊണ്ട് എൻ്റെ എന്താ പറയുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സം പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപ്പായാലും ഈ തൈലമായാലും തേച്ചിട്ട് എനിക്കതൊക്കെ മാറ്റി തന്നിട്ടുണ്ട് മാതാവ്. വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡൗട്ടില്ല. അതായത് ചെയ്ത് തരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ചെറിയ പ്രശ്നമാണ്, ഒരു ആങ്സൈറ്റി പ്രോബ്ലം പോലെ, അതായത് പേടി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറ്റി തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം അതുവരെ തെറ്റിയിട്ടില്ല. ഞാൻ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല. അതായത് നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ദൈവത്തെ ചില കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോൾ ദൈവത്തെ പഴിച്ചാരാണ്ട് ദൈവത്തിനോട് അത് അപേക്ഷിച്ചു കൊണ്ടേയിരുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്ന നമുക്ക് ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% സത്യമായതാണ്. ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പിതാവിനോടും ഞാൻ നന്ദി പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-ാം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ഈ അൾത്താര, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താര ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് ഓരോ ദിവസവും നമ്മെ സമ്പന്നമാക്കുന്ന ഈ പുണ്യഭൂമി, ഇവിടെ ഓരോ മക്കളും പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. വിഷ്ണു എന്ന ഈ മകൻ, വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്ന ഈ ദമ്പതികൾ, പ്രത്യേകിച്ചും വിഷ്ണു ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം തനിക്ക് 7 മാസമായിട്ടും തൻ്റെ അസിഡിറ്റിയുടെ പ്രോബ്ലത്തിൻ്റെ കൂടെ ഫുഡ് പോയ്സണും കൂടെ ആയിട്ട് ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെ കാണുന്നു, മെഡിസിൻ കഴിക്കുന്നു, എന്നാൽ ഒന്നും മാറുന്നില്ല. അങ്ങനെയാണ് 3 ദിവസം കൊണ്ട്, അതായത് തൻ്റെ അമ്മ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ, എന്നാൽ അതിലൊന്നും ആദ്യം തനിക്ക് അത്രയേറെ താല്പര്യം തോന്നിയിരുന്നില്ല എന്ന് ഈ മകൻ തന്നെ പറയുകയുണ്ടായി. പിന്നീട് തനിക്കറിയാവുന്ന മാതാവിനെ വിളിച്ച്, അതായത് വേളാങ്കണ്ണി മാതാവിനോട് ഈ മകൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഈ മകന് 3 ദിവസം കൊണ്ട് തന്നെ 7 മാസത്തിലേറെയായിട്ട് തനിക്ക് സൗഖ്യപ്പെടാതിരുന്നത് 3-ാമത്തെ ദിവസം സൗഖ്യമാകുന്നു. ഒത്തിരിയേറെ അത്ഭുതപ്പെട്ടു പോയി, വിശ്വാസത്തിലേക്ക് വരുന്നു. പിന്നീട് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ, താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഹെഡ്സെറ്റ് വെച്ച് 24 മണിക്കൂറും പിന്നീട് പ്രാർത്ഥന തന്നെയായിരുന്നു എന്നാണ് പറയുക. പ്രാർത്ഥനയോടൊരു ആകർഷണം, ഒരു താല്പര്യം. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. ഈ പിതാവിൻ്റെ ആകർഷണം കിട്ടുക എന്നുള്ളത്, അത് തീർച്ചയായും അത് ഏറ്റവും വലിയ ഒരു നിധിയാണ് നമുക്ക്. ഈ പിതാവിൻ്റെ ആകർഷണം ലഭിച്ചാൽ പിന്നീട് നമുക്ക് ഈശോയെ വിട്ടുപിരിയാൻ പറ്റില്ല. അമ്മ മാതാവിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇന്ന് ഈ മകൻ താനിവിടെ വരാനുണ്ടായ സാഹചര്യമൊക്കെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തനിക്ക് കൃപാസന പത്രം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തൻ്റെ അനുഭവം, മറ്റുള്ളവരുടെ അനുഭവമല്ല, എൻ്റെ തന്നെ കാര്യം പറഞ്ഞാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കുന്നത്. ആരെന്നോട് എന്ത് പറഞ്ഞാലും എനിക്കിന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ അവർക്ക് കൃപാസന പത്രം കൊടുക്കുന്നു. അതായത് ഈശോയെ കൈമാറുകയാണ്. വെറും ഒരു പത്രം കൊടുക്കലല്ല അത് നാം ഈശോയെ കൈമാറുകയാണ്. ജീവിക്കുന്ന കർത്താവ് ആ പത്രത്തിലൂടെ, അതിലൂടെയുള്ള ഓരോ സാക്ഷി അനുഭവങ്ങൾ, ദൈവവചനത്തിലൂന്നിയ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ, അതിലൂടെ ഈശോയെ നാം കൈമാറ്റം ചെയ്യുകയാണ്. അങ്ങനെ തൻ്റെ വിവാഹം, തൻ്റെ എങ്ങനെയായിരുന്നു അതിനുള്ള തടസ്സങ്ങൾ, എന്നാൽ
പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് തൻ്റെ പ്രതിശ്രുത വധുവിനോടുകൂടി പറഞ്ഞു കൊടുക്കുകയും ആ മകളും കാനഡയിലിരുന്ന് ഒരേ സമയത്ത് തന്നെ ഇരുവരും പ്രാർത്ഥന ചൊല്ലുന്നു. വളരെ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ പ്രാർത്ഥനകൾ തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സാക്ഷ്യം കേൾക്കുന്നത്, ഇതെല്ലാം ഈ മക്കൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിന് പറയുന്നത് വെർച്വൽ ഉടമ്പടി എന്നാണ്. അതായത് തങ്ങൾ ഉടമ്പടിയിലാകുന്നതിന് മുൻപേ പലരും ആ ഉടമ്പടി പ്രാർത്ഥനയിലാകുന്നു, ഉടമ്പടി അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നു. അങ്ങനെ ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ പിന്നീട് തനിക്കും തൻ്റെ കൂട്ടുകാർക്കും ഒക്കെ കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ, അതുപോലെ തൻ്റെ വൈഫിന് കിട്ടിയ പ്രൊമോഷൻ, വിവാഹം തന്നെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. അല്ലാതെ നാം ഉടമ്പടി എടുത്തിട്ട് ഒരു ഡേറ്റ് അങ്ങിട്ട് പ്രാർത്ഥിക്കുക അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഈശോ പറയുന്ന കാര്യങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ ഉടമ്പടി വചനമനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. നമ്മൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. ആ വ്യക്തിയും ഈശോയും തമ്മിലുള്ള, ദൈവവും തമ്മിലുള്ള ഒരു സംവേദനം നടക്കുകയാണ് ഇവിടെ, ഒരു സംഭാഷണം. ആ സംഭാഷണത്തിലൂടെയാണ് പിന്നീട് തങ്ങളിട്ട ഡേറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് തങ്ങൾക്ക് ആ കാര്യങ്ങൾ, വൈഫിൻ്റെ പ്രൊമോഷനൊക്കെ സാധിച്ചു കിട്ടുന്നത്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഈ മക്കൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ മകൻ പറഞ്ഞു, പല ആവർത്തി പറഞ്ഞു, ഞാൻ മറന്നാലും ഈശോ മറന്നില്ല എന്ന്. അതുതന്നെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. 49:15-16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോഴാ ഒരു വാഗ്ദാനം അത് ഈശോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നിനക്ക് നര ബാധിച്ചാൽ പോലും ഞാൻ നിന്നെ തോളിലേറ്റി നടക്കുന്ന ദൈവമാണെന്നാണ് തിരുവചനം നമ്മോട് പറയുക. അപ്പോൾ ഈ മകൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, എൻ്റെ അനുഭവമാണിത് എന്ന് വിഷ്ണു വളരെ ദൃഢനിശ്ചയത്തോടെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ജീവിതം അങ്ങനെ വിഷ്ണു ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. കൃപാസന പത്രം കൊടുക്കുന്നതിന്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന്, ബൈബിൾ വായിക്കുക. അങ്ങനെ ആ മകൻ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ടുള്ള തൻ്റെ ജീവിതയാത്ര തുടരുമ്പോൾ ഈ കുടുംബത്തിന് വളരെ പ്രത്യേകിച്ചും പുതിയ വധൂവരന്മാരാണ് അവരുടെ ജീവിതത്തിൽ. ദൈവം അവരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടതായ എല്ലാവിധ കൃപകളും അമ്മ പ്രത്യക്ഷപ്പെട്ട സ്വർഗം തുറന്നു വന്ന ഈ അൾത്താരയിൽ ഇവരിന്ന് കയറി നിന്ന് ഇവരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവരുടെ മുമ്പോട്ടുള്ള ജീവിതവും സ്വർഗത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ ജീവിച്ച് കൂടുതൽ കൃപകൾ നേടുവാൻ അവർക്കിടയാകട്ടെ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.